അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത്. എന്താ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്? എന്താ, ഞാനൊരു ബില്ല് ഒരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു, പിന്നെ അയാൾക്ക് വേറൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആ പേരിൽ തന്നെ ഉണ്ട് റെസ്ട്രിക്ഷൻ, റെസ്ട്രിക്റ്റീവ്. ദ എൻഡോഴ്സർ പ്രൊഹിബിറ്റ് ദ ഫർദർ നെഗോഷിയേഷൻ. ഫർദർ നെഗോഷിയേഷൻ, ഒരു വട്ടം നെഗോഷിയേറ്റ് ചെയ്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത സാധനം പിന്നെയും നെഗോഷിയേറ്റ് ചെയ്യാൻ ഈ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അടുത്തത് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ്. കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. As the name indicate, the endorser imposes a condition for the transfer of right to receive the money on the instrument. ഒരു കണ്ടീഷൻ വെക്കുന്നു. ഇതിൽ പറയുന്ന പോലെ തന്നെ എൻഡോഴ്സർ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടീഷൻ വെക്കുന്നു. കണ്ടീഷൻ വെക്കുന്ന എൻഡോഴ്സ്മെൻ്റ് ആണെന്ത്, കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ്. പിന്നെ ഒരെണ്ണം നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയി, ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ദ എൻഡോഴ്സർ സൈൻ ഹിസ് നെയിം ഓൺലി വിത്തൗട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു എൻഡോഴ്സ്മെൻറ്റിൽ എന്താണ് പുട്ടിങ് ബാക്ക് സൈൻ എന്ന് പറഞ്ഞു. അതായത് ആ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ബില്ലിലോ ചെക്കിലോ അതിൻ്റെ പുറകിൽ നമ്മൾ എന്ത് ചെയ്യും, സൈൻ ചെയ്യും. ആരാ സൈൻ ചെയ്യുന്നത്, ഡ്രോയർ അല്ലെങ്കിൽ എൻഡോഴ്സർ, അയാൾ സൈൻ ചെയ്യും. ഇൻ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് ദ എൻഡോഴ്സർ സൈൻ ഹിസ് നെയിം. ആ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിൽ ബ്ലാങ്ക് എന്ന് കേൾക്കുമ്പോഴറിയാം, ബ്ലാങ്ക് ആണെന്ന് പറയുമ്പോൾ രണ്ട് പേരുമില്ല, ഒരാളുടെ സൈൻ മാത്രമേ ഉള്ളൂ. ആരുടെ, എൻഡോഴ്സറുടെ സൈൻ മാത്രമേ ഉള്ളൂ. ഓൺലി വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് എൻഡോഴ്സി. അപ്പോൾ എൻഡോഴ്സിയുടെ നെയിം എന്ത് ചെയ്യുന്നില്ല, വെക്കുന്നില്ല. എൻഡോഴ്സി അതായത് ഈ എൻഡോഴ്സ്മെൻറ്റ്, ഈ ടൈപ്പ് ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് കയ്യിരിക്കുന്ന ആൾക്ക്, ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം, അത് മേടിക്കാം, അയാൾക്കത് കിട്ടും. മനസ്സിലായില്ലേ? അതായത് എൻഡോഴ്സറുടെ നെയിം ആർക്കാണോ കിട്ടേണ്ടതെന്നുള്ള നെയിം നമ്മളവിടെ വെക്കുന്നില്ല. പിന്നെ അടുത്തതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻവാലിഡ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് ഓൺലി എ പാർട്ട് ഓഫ് ദി എമൗണ്ട് ഈസ് ഓർഡേർഡ് ടു ബി പെയ്ഡ്. ഇഫ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഈസ് പാർഷ്യലി പെയ്ഡ് ദെൻ ഇറ്റ് ക്യാൻ ബി എൻഡോഴ്സ്ഡ് ബൈ ബാലൻസ് എമൗണ്ട്. അതായത് ആ എൻഡോഴ്സ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൻ്റെ പാർട്ട് എന്ന് വെച്ചാൽ പകുതി, ഒരു ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ത്, പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. ഇത് ലീഗലി ഇൻവാലിഡ് ആണ്. സെക്ഷൻ 56 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പ്രകാരം പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്താണ്, ലീഗലി ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത്, sans recourse or sans waiver. In this type of the endorsement, the endorser limit his liability as he will not be liable for the payment of bill if the acceptor fail to pay it. അതായത് ഇതിൽ ഇപ്പം ഞാനൊരു ബില്ല് ഒരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, ഈ സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വേവ് വെച്ചിട്ടാണ് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ എൻ്റെ ലൈബിലിറ്റി ഞാനിവിടെ എന്ത് ചെയ്യും, അതായത് ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുത്തു, ഇനി അയാൾക്ക് കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് എൻ്റെ ലൈബിലിറ്റി അല്ല. അതാണ് എന്ത്, സാൻസ് റീകോഴ്സ്. സാൻസ് ഫ്രൈസ് എന്താണ്, വിത്തൗട്ട് എക്സ്പെൻസ്, വിച്ച് മീൻസ് ദ എൻഡോഴ്സർ ഈസ് ലൈബിൾ ഫോർ ദി എമൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ഉള്ളി. ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്തേക്കുന്ന എമൗണ്ടിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ലൈബിലിറ്റി ഉള്ളൂ.